അതെല്ലാം മിനിയേച്ചർ പ്ലാന്റ്സാണ് വരുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലവറിംഗ് ആണ്. സെക്കൻഡ് ഫ്ലവർ ആകുമ്പോൾ ഒന്നുകൂടെ ഫ്ലവറിൻ്റെ സ്പൈക്ക് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും സംശയം ഇതുപോലെ ഫ്ലവർ ആവാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഫ്ലവറിങ്ങിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ 19-19-19 അത് 2 ഗ്രാം പെർ ലിറ്ററിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ വലിയ ഫ്ലവർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 16-0-24 അല്ലെങ്കിൽ 0-0-50 മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ എന്ത് ചെയ്യാം, നമുക്ക് ഒരു 15 ഡേയ്സ് ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യാം, ഈ 19-19 കൊടുക്കുന്നതിന് കൂടെ തന്നെ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ട എല്ലാ റിസൾട്ടും നമുക്കതിൽ കിട്ടുന്നതാണ്. ഞാൻ സോയിൽ നമ്മൾ അഗ്രിബീസ് നഴ്സറിയുടെ പേര് വരുന്നത്. നമ്മളിവിടെ ഓർക്കിഡ്സിൽ മെയിൻലി ചെയ്യുന്നത് ഡെൻഡ്രോബിയം, ഫെൽനോയ്സ്, അതുപോലെ ടുളൂമിനിയ, കാറ്റ്ലിയ, മൊക്കാറോ, വാൻഡ, വൺസീഡിയ ഉണ്ട്. പിന്നെ നമ്മൾ അയണോഫ്സിസ് ഉണ്ട്. അങ്ങനെ ഒരു 12ഓളം വെറൈറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർക്കിഡ്സിൽ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ നിൽക്കുന്നത് ഫെൽനോയ്സിൻ്റെ ഷെഡാണ് ഇത് വരുന്നത്. ഇത് ഫെൽനോയ്സിൻ്റെ ഫ്ലവറിങ് ഉണ്ട് നമുക്ക്, അതുപോലെ സീഡ്ലിങ്സ് ഉണ്ട്, അതുപോലെ പോട്ടഡ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഫെൽനോയ്സ് ഫ്ലവറിങ് പ്ലാന്റ്സ് വരുന്നതാണ്. ഇത് ഫെൽനോയ്സ് നമുക്കറിയാം തണ്ടില്ലാത്ത ഇല മാത്രമായിട്ടുള്ള പ്ലാന്റ്സാണ് ഫെൽനോയ്സ്. അപ്പോൾ അതിൻ്റെ കെയറിങ് കുറച്ച് വ്യത്യസ്തമാണ്. കൂടുതലായിട്ടുള്ള വെള്ളവും കൂടുതലായിട്ട് പരിചരണം ചെയ്ത് കഴിഞ്ഞാലും അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് 6 മാസം വരെ നമുക്ക് ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇതുപോലെ നിലനിൽക്കും. അതുപോലെ നമ്മൾ ഈർപ്പം തട്ടാതെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് 6 മാസം നമുക്ക് ഈ ഫ്ലവർ ആസ്വദിക്കാം. അതുപോലെ ഫെൽനോയ്സിൻ്റെ പരിചരണത്തിന് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 70-90% ഷെയ്ഡിൽ വെക്കുന്ന അല്ലെങ്കിൽ ഷെയ്ഡ് വേണ്ട ഒരു പ്ലാന്റാണ് ഫെൽനോയ്സ്. അപ്പോൾ നമുക്ക് പലർക്കും പല സംശയം ഉണ്ടാവും ഡയറക്റ്റ് പുറത്ത് വെക്കാൻ കഴിയുമോ എന്നുള്ളത്. ഫെൽനോയ്സ് എപ്പോഴും ഷെയ്ഡ് വേണ്ട ഒരു പ്ലാന്റാണ്. അതായത് നമുക്കൊന്നുകിലും ഔട്ട്ഡോറായി വെക്കുകയാണെങ്കിൽ മരച്ചോട്ടിലോ അല്ലെങ്കിൽ എന്ത് ഷെയ്ഡിൻ്റെ താഴെ വെക്കേണ്ട ഒരു പ്ലാന്റാണ്. കൂടുതൽ വെയിലടിച്ച് കഴിഞ്ഞാലും ഇലക്ക് പൊള്ളലേൽക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം ഫെൽനോയ്സ് വെക്കാൻ. പിന്നെ നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കണമെങ്കിലും ഫെൽനോയ്സ് ഇൻഡോർ ആയിട്ട് വെക്കാം. കറക്റ്റ് നമ്മളൊരു AC ഒക്കെ ഉള്ള ഒരു ഓഫീസ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 6 മാസം നമുക്ക് ഫ്ലവർ നിലനിൽക്കും. ഇതാണ് നമ്മൾ ഫെൽനോയ്സിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റ് വെറൈറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് 6 മാസം ഫ്ലവർ നിൽക്കുന്നതിന് അതുകൊണ്ടാണ്. ഫെൽനോയ്സിൻ്റെ മീഡിയത്തിൽ പല സംശയങ്ങളുണ്ടാവും നമുക്ക്. അപ്പോൾ ഫെൽനോയ്സിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് ചകിരി കഷ്ണങ്ങളും അതുപോലെ നമുക്ക് കരിയും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഫെൽനോയ്സ് മറ്റു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഫെൽനോയ്സിന് എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് ഒരു മോയ്സ്ചർ മീഡിയത്തിൽ വേണം, ഒരു ചെറിയ വെറ്റ്നെസ് വേണം. അപ്പോൾ ഏറ്റവും നല്ലൊരു ഗ്രോത്ത് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീഡിയത്തിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ചകിരി കഷ്ണങ്ങളും അതുപോലെ ചാർക്കോളും മിക്സാക്കി വെക്കുന്നതാണ് നല്ലത്. അതുപോലെ നനൻ്റെ കാര്യത്തിൽ പല സംശയങ്ങളുണ്ടാവും. എപ്പോഴാണ് നനക്കേണ്ടത്, എത്ര ഡേയ്സിൽ നമ്മൾ ഇൻ്റർവെല്ലിൽ നനക്കണം എന്നുള്ളത്. നന നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നനക്കണം എന്നില്ല. നമ്മൾ മീഡിയം നേരത്തെ പറഞ്ഞ പോലെ ഒരു മോയ്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ഡേയ്സിലൊക്കെ നനച്ചാലും ഫെൽനോയ്സിന് മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മോസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഒരു 15 ദിവസം കൂടുമ്പോൾ നനച്ചാലും പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം മോസിൽ കൂടുതലായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ ഒരു മോയ്സ്ചർ എപ്പോഴും മോസിൽ നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്കൊരു 15 ദിവസം കൂടുമ്പോൾ നനച്ചാലും മതി. ഇപ്പോൾ നമ്മൾ ഈ നോർമൽ യൂസ് ചെയ്യുന്ന ചകിരി ഇതൊക്കെ നമുക്ക് 3 ഡേയ്സിലൊക്കെ കൂടുതൽ നനക്കാം. അപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ മോസ് വെക്കുന്നത് കൊണ്ടുള്ളൊരു മെച്ചം നമുക്ക് അത്രയും ഒരു നനക്കാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് അത്രയും കിട്ടും. ഫെൽനോയ്സ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ നമുക്ക് ഏകദേശം 15-20 കളേഴ്സ് ഫ്ലവറിങ് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ സീഡ്ലിങ്സ് വരുമ്പോൾ ഏകദേശം ഒരു 30-35 സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ മിനിയേച്ചറിൽ ഒരു 5 കളേഴ്സാണ് വരുന്നത്. അതാണ് അത്രയും വെറൈറ്റീസ് ഫെൽനോയ്സിൽ നമുക്കുണ്ട് വരുന്നത്. റേറ്റ് പറഞ്ഞാൽ സീഡ്ലിങ്സ് വരുന്നത് 275 രൂപയാണ് സീഡ്ലിങ്സിൻ്റെ പ്രൈസ്. അത് പോട്ടഡ് പ്ലാന്റ്സിലാവുമ്പോൾ 375 രൂപ വരും. അപ്പോൾ സീഡ്ലിങ്സ് പോട്ടറിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സീഡ്ലിങ്സ് അറൗണ്ട് ഒരു 6 മന്ത്സിൽ അല്ലെങ്കിൽ 8 മന്ത്സിൽ ഫ്ലവറിങ് ആവാറായ പ്ലാന്റ്സ് വരുന്നത്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് 650 വരും. മിനിയേച്ചർ 450 ആണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് പല ആളുകൾക്കും സംശയം ഉണ്ടാവും, ഒരു സീഡ്ലിങ്സ് ഇതുപോലത്തെ ഒരു സീഡ്ലിങ്സ് മേടിച്ചിട്ട് നമുക്കിത് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് ഫ്ലവർ വരുമോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സീഡ്ലിങ്സ് സൈസ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ 275 വരുന്നത്. അതുപോലെ ഒരു പോട്ടർ പ്ലാന്റ്സ് വരുന്നത് ഇതുപോലെ നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ 375 വരുന്നത്. ഇത് നമുക്കൊരു 6 അല്ലെങ്കിൽ 8 മന്ത്സിൽ ഫ്ലവർ എന്ന് പറയുന്ന കാരണം വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 ഡേയ്സ് ഒരു ഗ്യാപ്പിൽ നമ്മൾ NPKs കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 8 മാസത്തിനുള്ളിൽ ഫ്ലവർ വരും. ഇപ്പോൾ മേടിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിസംബർ തണുപ്പ് കാലം തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യും, പ്ലാന്റ് ഫ്ലവർ ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും ഇതിൽ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പ്ലാന്റിൻ്റെ റൂട്ട്സൊക്കെ കണ്ടാൽ അറിയാം ഹെൽത്തി പ്ലാന്റ്സാണ് വരുന്നത്. എല്ലാം ഫുള്ളി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് പോട്ടറിൽ വരുന്നത്. അപ്പോൾ ചിലതിലൊക്കെ സ്പൈക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഒരു സീഡ്ലിങ്സോ അല്ലെങ്കിൽ ഒരു പോട്ടഡ് മേടിച്ച് എങ്ങനെ ഇത് ഫ്ലവറിങ് ആക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ
നേരത്തെ പറഞ്ഞ പോലെ 19 അത് ഓൾ 19 ഒരു 2 ഗ്രാം പെർ ലിറ്ററിൽ കലക്കിയിട്ട് 10 ഡേയ്സ് ഇൻ്റർവെല്ലിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള നമുക്ക് 16-0-24 അല്ലെങ്കിൽ 0-0-50 ഏതെങ്കിലും 1 ഗ്രാം പെർ ലിറ്ററിൽ എന്ത് ചെയ്യുക 2 മാസം കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മന്ത്ലി എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് അല്ലെങ്കിൽ ബാക്ടീരിയസൈഡ് എന്തെങ്കിലും എന്ത് ചെയ്യുക നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ കൂടുതൽ നനച്ച് കഴിഞ്ഞാലും അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ് ഫെലനോയ്സ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 6 മുതൽ 8 മാസം കൊണ്ട് എല്ലാം ഫ്ലവറിങ് സ്റ്റേജിലേക്ക് മാറ്റാം. മിനിയേച്ചർ ഫെലനോയ്സ് ആണ് എല്ലാം ബഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതിൽ ഫ്ലവറിങ് ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇത് വരുന്നത് 450 രൂപയാണ് പെർ പ്ലാന്റ്സ് വരുന്നത്. ഇതിൽ നമുക്കൊരു ഓഫർ എന്ന് പറഞ്ഞാൽ 5 പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് 400 രൂപ വെച്ചിട്ട് 2000 രൂപ കിട്ടുന്നതാണ്. ഡെൻഡ്രോബിയത്തിലെ ഫ്ലവറിങ് പ്ലാന്റ്സ് വരുന്നതാണ്. നമുക്ക് ഏകദേശം ഫ്ലവറിങ് പ്ലാന്റ്സിൽ 5 കളേഴ്സ് നമുക്ക് ഫ്ലവർ ചെയ്തതുണ്ട്. അതിൻ്റെ പ്രൈസ് വരുന്നത് 450 രൂപയാണ്. എല്ലാം മെച്ചൂർഡ് ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റേജ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കെയറിങ് പറഞ്ഞാൽ ഇതിപ്പോൾ 3 ഇഞ്ചിലുള്ള പോട്ടിലാണുള്ളത്. നമുക്കത് കൊണ്ടുപോയിട്ട് 6 ഇഞ്ചിക്കോ അല്ലെങ്കിൽ മൺചട്ടിയിലേക്കൊക്കെ എന്ത് ചെയ്യുക മാറ്റി നടേണ്ട ഒരു പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ഒരു 2 മുതൽ 6 മാസം വരെ നമുക്ക് ഈ ഫ്ലവർ ഇതുപോലെ നിലനിൽക്കും. അതിൻ്റെ ഫെർട്ടിലൈസർ നമ്മൾ നേരത്തെ സീഡ്ലിങ്സ് പറഞ്ഞ പോലെ നമുക്ക് 10 കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം 10 കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലവറിങ്ങുള്ള ഫെർട്ടിലൈസർ അതിൽ 16-0-24 അല്ലെങ്കിൽ 0-0-50 അങ്ങനെ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ എന്ത് ചെയ്യുക ആൾട്ടർനേറ്റീവായിട്ട് കൊടുക്കുക. കാരണം എല്ലാം വലിയ മെച്ചൂർഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനും അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന ഇത് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. ഓർക്കിഡ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫെർട്ടിലൈസർ എല്ലാം ഫോളിയറായിട്ട് കൊടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 19 ആണെങ്കിൽ 2 ഗ്രാം പെർ ലിറ്ററിൽ അത് സൊല്യൂഷൻ ഉണ്ടായിട്ട് അതിൽ കലക്കിയിട്ട് അത് നമ്മൾ ഫുള്ള് ലീഫിലും വേരിലൊക്കെ തട്ടുന്ന രീതിയിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. നമ്മൾ ഫ്ലവറിലാവാതെ നമുക്ക് എന്ത് ചെയ്യുക ലീഫിലും തണ്ടിലും വേരിലൊക്കെ ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് എപ്പോഴാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏർലി മോർണിംഗിൽ എന്ത് ചെയ്യുക ഒരു 8:30-9 മണി ആകുമ്പോഴേക്കിന് നമുക്ക് വേണമെങ്കിൽ അതായത് വെയിൽ കൂടുതൽ കാഠിന്യമാവുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യുക ഇതെല്ലാം സ്പ്രേ ചെയ്ത് തീർക്കേണ്ടതാണ്. ഡെൻഡ്രോബിയത്തിന് എപ്പിഡെൻഡ്രൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ഒരു കളേഴ്സ് നമുക്ക് ഉള്ളൂ ഇപ്പോൾ സ്റ്റോക്കിൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 800 രൂപയാണ്. ഇതിങ്ങനെ ചെറിയ സ്റ്റെമ്മോട് കൂടെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ പെട്ടൊരു വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കുഞ്ഞ ഫ്ലവർ ആയിരിക്കും ഇത് വരുന്നത്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും ഫ്ലവർ കിട്ടും. ഇപ്പോൾ മറ്റേതൊരു 3 മാസത്തെ ഗ്യാപ്പാണെങ്കിലും ഇത് പെട്ടെന്ന് നമുക്ക് ഓരോ തണ്ടിൽ പെട്ടെന്ന് ഫ്ലവർ വരും. ഇതിൽ സ്പൈക്കിംഗ് ടെൻഡൻസി കൂടുതലായിരിക്കും. ഇതൊരു വൈറ്റും പിങ്കൂടും മിക്സ് വരുന്ന കളറാണ് വരുന്നത്. ഇത് ഡോൺ മാരി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 ഇത് ഡെൻഡ്രോബിയത്തിൽ തന്നെ വേറൊരു ഹൈബ്രിഡ് വരുന്ന പ്ലാന്റാണിത്. ഇതിൽ തന്നെ ചില പ്ലാന്റ്സിൽ സ്മെല്ല് വരുന്ന ടൈപ്പ് ഉണ്ട്. ഇതിൽ സ്മെല്ലില്ലാത്ത വെറൈറ്റിയാണ് ഇത്. ഫ്ലവറിങ് ആയിട്ടില്ല, ഏകദേശം ബ്ലൂമിങ് ആവാറായ പ്ലാന്റ്സ് ആണിത്. ഇതിൽ ഡോൺ മാരിയിലെ സീഡ്ലിങ്സും നമുക്കുണ്ട്. അതുപോലെ തന്നെ റിംഗാമോൾ എന്ന് പറഞ്ഞ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് റിംഗോസ്റ്റൈലിസ് ആണ്. റിംഗോസ്റ്റൈലിസിൻ്റെ ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സ് വരുന്നത്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 5 കളേഴ്സ് നമുക്ക് ബ്ലൂമിങ് ആയിട്ടുണ്ട്. ബ്ലൂമിങ് എന്ന് പറഞ്ഞാൽ നിയർ ബ്ലൂമിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ സീഡ്ലിങ്സ് നമുക്കൊരു 6-7 കളേഴ്സ് സീഡ്ലിങ്സ് വരുന്നുണ്ട്. ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ്സ് വരുന്നത് 850 സീഡ്ലിങ്സ് വരുന്നത് 250 റേറ്റാണ് വരുന്നത്. ഇത് നമുക്ക് ഇതുപോലെ പോട്ടയിലൊക്കെ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഹാങ് ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മരത്തിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞ വെറൈറ്റി വരുന്നത്. ഇത് ഹിബിക്കിൻ്റെ ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സാണ് വരുന്നത്. ഹിബിക്കിന് നമുക്ക് സീഡ്ലിങ്സും ഉണ്ട്, അതുപോലെ ബ്ലൂമിങ് ആവാറായ പ്ലാന്റ്സും ഉണ്ട്. ബ്ലൂമിങ് സ്റ്റേജ് വരുന്നത് 850 സീഡ്ലിങ്സ് വരുന്നത് 300 രൂപയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലവർ നമുക്ക് സ്റ്റെമ്മും തന്നെ അടിഭാഗത്തു നിന്നാണ് വരിക. കുഞ്ഞു പൂക്കളായിരിക്കും. ഒരു കളക്ട് ചെയ്യാൻ അതായത് കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ്സാണ്. അതെല്ലാം ബഡാണ് വരുന്നത്. അതുപോലെ നമുക്ക് താഴെ തന്നെ ബഡായിട്ട് വരും. ഡെൻഡ്രോബിയത്തിലെ പോട്ടർ പ്ലാന്റ്സാണ് വരുന്നത്. പെർ പ്ലാന്റ് 200 രൂപയാണ് വരുന്നത്. ഏകദേശം എല്ലാം നല്ല രീതിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്. നമുക്കൊരു 3 to 4 മന്ത്സിൽ ഫ്ലവറിങ് ആവാറായ പ്ലാന്റ്സ് വരുന്നത്. ഇതിൽ നമുക്ക് സിംഗിൾ പ്ലാന്റ്സ് ആകുമ്പോൾ 200 രൂപ വരുന്നത്. അതിൽ 10 കൂടുതൽ എടുക്കുകയാണെങ്കിൽ 160 രൂപ പെർ പ്ലാന്റ്സിൽ കിട്ടുന്നതാണ്. ഏകദേശം നമുക്കൊരു 30ഓളം കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ പ്ലാന്റ്സ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ 3 ഇഞ്ച് പോട്ടിൽ തന്നെ നമുക്കൊരു 3-4 മാസമൊക്കെ ഇതുപോലെ കീപ്പ് ചെയ്യാം. ഇനി അതല്ല വലിയ പോട്ടൊക്കെ നമുക്ക് സ്റ്റാൻഡിലൊക്കെ വെക്കുന്ന ആളുകളാണെങ്കിൽ ഈ 3 ഇഞ്ച് പോട്ടിൽ സ്റ്റാൻഡിൽ ഒതുങ്ങി നിൽക്കില്ല. അപ്പോൾ നമുക്ക് വലിയ 6 ഇഞ്ച് പോട്ടൊക്കെ മാറ്റി വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചകിരിയും അതുപോലെ കരിയും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിപ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നേരെ ഈ പോട്ടിൽ നിന്ന് പ്ലാന്റ് അടർത്തി എടുത്തിട്ട്
നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോട്ട്സിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അടിഭാഗത്ത് കരിന്തി വെച്ചിട്ട് അതിന് മുകളിൽ പ്ലാന്റ് വെച്ചിട്ട് സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പല ആൾക്കുള്ളൊരു സംശയമായിരിക്കും, അപ്പോൾ ഇതുപോലെ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് 2 3 ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതൊരു മെച്ചോർഡ് ആയിട്ടുള്ളൊരു മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ കുറേ ഷൂട്ടായിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിനിമം ഒരു 2 3 സ്റ്റെമ്മുള്ള ഒരു ഭാഗം, അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇവിടെ നിന്ന് റൂട്ടായിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു പീസാക്കി എടുക്കുക, ഈ 3 സ്റ്റെമ്മ്. അതുപോലെ ഈ 2 സ്റ്റെമ്മ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തയ്യാക്കി എടുക്കുക. ഇവിടെ വരുന്ന ഈ ഭാഗങ്ങളും അങ്ങനെ 3 പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാവുന്നതാണ്. ചില ആളുകളൊക്കെ ചോദിക്കും, സീഡ്ലിങ്സ് മേടിച്ചിട്ട് നമുക്ക് അപ്പാടെ അത് റീപ്ലാന്റ് ചെയ്യാൻ അതുപോലെ ഇതിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സീഡ്ലിങ്സിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യരുത്. അത് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ഫ്ലവറിങ് സ്റ്റേജ് ആവാറിൽ ബാധിക്കും. ഏകദേശം മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാം ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ആയി വരും. ഇത് മൊക്കാറ വെറൈറ്റി വരുന്നത്, ഇതിൽ നമുക്കൊരു 6 കളേഴ്സ് വരുന്നുണ്ട്. അതായത് മദർ പ്ലാന്റ്സിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പുറത്ത് ഔട്ട്ഡോറായിട്ട് വെക്കാൻ പറ്റുന്നൊരു വെറൈറ്റി കൂടിയാണ് മൊക്കാറ. നമുക്ക് പെട്ടെന്നായിട്ട് കട്ട് ഫ്ലവർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവർ നമുക്ക് എന്ത് ചെയ്യും, ഒരു കട്ടിങ്സ് കഴിഞ്ഞാൽ അടുത്തതിൽ പെട്ടെന്ന് ഫ്ലവർ വരുന്നൊരു വെറൈറ്റി കൂടിയാണ് മൊക്കാറ. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറായിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ്. ഇതിൻ്റെ ഫ്ലവർ ഏകദേശം നമുക്ക് 2 രൂപ പോലെ തന്നെയാണ്. ഫെലോക്സ് അപേക്ഷിച്ച് വലിയ അത് അത്രയും തന്നെ നമുക്ക് ലൈഫ് കിട്ടില്ല. ഒരു 2 മന്ത്സിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യും, ഫ്ലവർ കിട്ടും. 2 രൂപത്തിൻ്റെ ഷെഡാണ് വരുന്നത്. നമുക്ക് 2 രൂപത്തിൽ ഏകദേശം ഒരു 50-60 കളേഴ്സ് പ്ലാന്റ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ 2 രൂപത്തിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. 100 രൂപയാണ് നമുക്ക് സീഡ്ലിങ്സിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് 2 രൂപത്തിൽ ടോങ്ചായ് ഗോൾഡ് T53 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതുപോലെ നമുക്ക് പ്രൈസിങ് വരുന്നത് 100 മുതൽ 150 രൂപ വരെ. പ്രീമിയം വെറൈറ്റീസിന് 130, 140, 150 രൂപ വരുന്നുണ്ട്. നോർമൽ സ്റ്റാൻഡേർഡ് വെറൈറ്റീസിന് വരുന്നത് 100 മുതൽ 120 രൂപയാണ്. അതിൽ തന്നെ നമുക്ക് ടോട്ടലായിട്ട് 50-60 കളേഴ്സ് വരുമെന്ന് പറഞ്ഞു. ഇതിൽ സീഡ്ലിങ്സിൽ 2 രൂപ സീഡ്ലിങ്സിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10 കൂടുതൽ പ്ലാന്റ്സ് മേടിക്കുകയാണെങ്കിൽ ടോട്ടൽ കാർട്ടിൻ്റെ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതാണ് 2 രൂപ സീഡ്ലിങ്സിൽ ഓഫർ വരുന്നത്. ഇപ്പോൾ 2 രൂപ മേടിക്കുന്ന ആളുകൾ പല സംശയം ഉണ്ടാവും, ചെറിയൊരു പ്ലാന്റ്സ് ഇങ്ങനെ എത്ര ടൈം എടുക്കും ഫ്ലവർ ചെയ്യാമെന്നുള്ളത്. 2 രൂപയിൽ വെച്ചെടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു പോട്ട് ചെയ്തൊരു 3 അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, 2 രൂപ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് മാറും. ചില ആളുകൾക്ക് പെട്ടെന്ന് ഫ്ലവർ ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ 2 രൂപത്തിൽ തന്നെ നമ്മൾ കോമ്പാക്റ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ചൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 2 മുതൽ 3 മാസം കൊണ്ട് എന്ത് ചെയ്യും, ഫ്ലവറിങ് വരും. കാരണം ചില ആളുകൾക്ക് പെട്ടെന്ന് ഫ്ലവർ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് 2 രൂപത്തിൽ കോമ്പാക്റ്റ് വെറൈറ്റീസ്. അപ്പോൾ കാരണം വെച്ചാൽ 2-3 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഫ്ലവർ വരും. പിന്നെ നമ്മൾ നോർമൽ സ്റ്റാൻഡേർഡ് വെറൈറ്റീസൊക്കെ നമുക്ക് ഏകദേശം ഒരു 6 മന്ത് ഗ്യാപ്പാണ് നമ്മൾ പറയുന്നത് ഫ്ലവറിങ്ങിന് വരാൻ വേണ്ടിയിട്ട്. കാരണം അത് ഡിപ്പെൻഡ്, നമ്മളെങ്ങനെ ഫെർട്ടിലൈസർ കൊടുക്കുന്നു അതിനനുസരിച്ചൊക്കെ നമുക്ക് ഫ്ലവർ വരുന്നത്. ഇത് 2 രൂപത്തിൽ ഗ്ലോറി വൈറ്റ് എന്നൊരു വെറൈറ്റിയാണ്. ഇത് ഏകദേശം സെമി കോമ്പാക്റ്റ് വെറൈറ്റിയാണ്. ഇത് കോമ്പാക്റ്റ് അല്ല, സെമി കോമ്പാക്റ്റ് വരുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഫ്ലവർ വരുന്ന വെറൈറ്റീസിൽ പെട്ട ഒരു കളേഴ്സാണ് ഈ ഗ്ലോറി വൈറ്റ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ തന്നെ സീഡ്ലിങ്സിൽ തന്നെ ഫ്ലവറായി. ശരിക്കും സീഡ്ലിങ്സ് നമ്മൾ ഫ്ലവർ നിർത്താൻ പാടില്ല, എന്നാലും ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് നിർത്തിയത്. ചില ആളുകൾ പറയും ഫ്ലവറിങ് ചെയ്യാൻ ബുദ്ധിമുട്ട്, 1 കൊല്ലം 2 കൊല്ലമായിട്ടും ഫ്ലവർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് നിർത്തിയതാണ്. കറക്റ്റ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് പെട്ടെന്ന് നമുക്ക് ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഫ്ലവർ വരാൻ ചാൻസ് ഉണ്ട്. ഗ്ലോറി വൈറ്റിൽ തന്നെ ഒരു ബഡ്ഡിങ് വന്നു തുടങ്ങുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇത് നമ്മളെ മൊക്കാറ കട്ടിങ്സ് വരുന്നതാണ്, ടോപ്പ് കട്ടിങ്സ് ആണ്, എല്ലാം ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് വരുന്നതാണ്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 10 കളേഴ്സോളം മൊക്കാറയിൽ വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 450 ആണ്. നമുക്ക് കസ്റ്റമേഴ്സ് മേടിച്ച ശേഷം നമുക്ക് പോട്ടിലൊക്കെ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് നമ്മളെ ഹിബിക്കിൻ്റെ സീഡ്ലിങ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സീഡ്ലിങ്സിൽ 6 കളേഴ്സ് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 250 രൂപയാണ്. നമുക്കൊരു 6 മാസമൊക്കെ ആവും അതിൻ്റെ ഫ്ലവറിങ് ആവാറ്. നമുക്കിത് മരത്തിലോ അല്ലെങ്കിൽ പോട്ടഡായിട്ടും അങ്ങനെയും കീപ്പ് ചെയ്യാം. ഏറ്റവും നല്ലത് മരത്തിൽ മൗണ്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇത് നമ്മളെ ഹിബിക്കിൻ്റെ സീഡ്ലിങ്സ് വരുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചു, മദർ പ്ലാന്റ് കാണിച്ചു, അതിൻ്റെ സീഡ്ലിങ്സ് വരുന്നത് 300 രൂപയാണ് ഹിബിക്കി സീഡ്ലിങ്സ് റേറ്റ് വരുന്നത്. ഇത് നമ്മൾ കാറ്റ്ലിയ സീഡ്ലിങ്സ് വരുന്നതാണ്. സീഡ്ലിങ്സ് നമുക്ക് ഒരു 27 കളേഴ്സ് കാറ്റ്ലിയൻ്റെ സീഡ്ലിങ്സ് നമുക്കുണ്ട്. അതിൻ്റെ പ്രൈസ് വരുന്നത്
250 to 350 റേറ്റ് വരുന്നുണ്ട്. എല്ലാം ഏകദേശം സീഡ്ലിങ്സ് എന്ന് പറയാൻ കഴിയാത്ത അത്ര എസ്റ്റാബ്ലിഷ് ആയ പ്ലാന്റ്സ് ആണ്. വെൽ റൂട്ടഡ് ആണ്. കണ്ടോ, എല്ലാം അത്ര നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് വരുന്നത്. എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള വെൽ മെച്ചേർഡ് പ്ലാന്റ്സ് ആണ്. നമുക്കിത് ജസ്റ്റ് കൊണ്ടുപോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഫ്ലവറിങ്ങും വരും. കാരണം കാറ്റലിക്ക് നമുക്ക് 26-27 കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. പ്ലാന്റ്സിന് ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എന്ത് ചെയ്യുക, അതാണ് ആഡ് ടു കാർഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ അതെങ്ങനെ പേയ്മെൻറ്റും കാര്യം നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരും. ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ ഉണ്ട്. ഏത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ വിത്തിൻ കെയർ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പ്ലാന്റ്സ് കിട്ടും. ഈവനിങ്ങിൽ അയച്ചാൽ പിറ്റേന്ന് ഉച്ചയാകുമ്പോഴേക്ക് നമുക്ക് കേരളത്തിനുള്ളിൽ കിട്ടും. പുറത്തൊക്കെയാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് കൊറിയർ കിട്ടുന്നതാണ്.